അപ്പം ഇന്ന് വേറൊരു കഥ പറയാം വിചാരിച്ചിട്ടാണ്. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാല്യാം ഓംകാരമമലേശ്വരം പരല്യാം വൈദ്യനാഥം ച ഡാകിന്യാം ഭീമശങ്കരം സേതുബന്ധേ തു രാമേശം നാഗേശം ദാരുകാവനെ വാരണസ്യാം തു വിശ്വേശം ത്രംബകം ഗൗതമീതടേ ഹിമാലയേ തു കേദാരം ഉസൃണേശം ശിവാലയ. അപ്പം ഇത് 12 ജ്യോതിർലിംഗങ്ങളെ കുറിച്ചുള്ള ഒരു ശ്ലോകമാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ശ്രീശൈലത്തിനെ കുറിച്ചാണ്. ശ്രീശൈലേ മല്ലികേശ്വരം. അപ്പം എന്താണ് ശ്രീശൈലം മല്ലികേശ്വരം എന്നുള്ള പേര് വന്നത്? അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ കണ്ണൂർ ജില്ലയിൽ കൃഷ്ണാനദിയുടെ തെക്കേ ഭാഗത്തായിട്ട് ഒരു മലയുണ്ട്. അപ്പം ഈ മല വൃഷഭാദ്രി എന്നും ഒരു പേരുണ്ട്, ശ്രീശൈലം എന്നും. ഈ 2 പേരുമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അതാണ് ഈ മല്ലികാർജുന ക്ഷേത്രം. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ സ്വയംഭൂ ആയിട്ടുള്ളൊരു ശിവലിംഗമാണ് ഉള്ളത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർവതിയുടെ ശ്രീകോവിലും ഉണ്ട്. അപ്പോൾ പാശുപതാസ്ത്രം ലഭിക്കാൻ വേണ്ടി അർജുനൻ തപസ് ചെയ്ത്, അപ്പോൾ എന്നിട്ട് അർജുനനെ പരീക്ഷിച്ച് അർജുനന് പാശുപതം അസ്ത്രം കൊടുത്ത കിരാതമൂർത്തി ആയിട്ടുള്ള മഹാദേവനായിട്ടിൻ്റെ സ്വയംഭൂവായിട്ടുള്ള ലിംഗമായിട്ടാണ് അതിൻ്റെ സങ്കല്പം. അപ്പം അത് മാത്രമല്ല, ആ ലിംഗത്തുമേ അർജുനൻ വില്ലുകൊണ്ട് അടിച്ച എൻ്റെ ഒരു പാട് മൂർധാവിൽ ഒരു അടയാളം അവിടെ ഉണ്ട് ആ വിഗ്രഹത്തുമേ. അപ്പം അങ്ങനെയാണ് കിരാതമൂർത്തിയുടെ ഒരു ധ്യാനമായിട്ടാണ് ഈ മല്ലികാർജുനൻ. അപ്പോൾ ഹുയാൻസാങ്, ഫാഹിയാൻ മുതലായുള്ള സഞ്ചാരികളുടെ കുറിപ്പുകളിലൊക്കെ ഈ ശ്രീശൈലം ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-ാം ശതകം മുതൽക്ക് തന്നെ ഈ അമ്പലം ഉണ്ട് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷ്ണാനദിക്കരയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വടക്ക് ഭാഗത്ത് ചന്ദ്രഗുപ്ത എന്ന് പേരുള്ളൊരു പട്ടണമുണ്ട്. അപ്പോൾ ഈ പട്ടണത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഒക്കെ ഭരിച്ചിട്ടുള്ള ഒരു കൊട്ടാരമൊക്കെ ആയിരുന്നു പഴയ കാലത്ത്. അപ്പം അങ്ങനെ ഈ ചന്ദ്രഗുപ്ത മൗര്യൻ അങ്ങനെ ഭരിക്കുന്ന കാലത്ത്, അപ്പോൾ അദ്ദേഹം രാജ്യത്ത് ഓരോരോ ആവശ്യങ്ങൾക്കും പിന്നെ അനവധി യാത്രകളൊക്കെ ചെയ്യുന്ന യുദ്ധങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ടും ഒരു പ്രാവശ്യം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു 10 കൊല്ലം 12 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ തിരിച്ചു വരിക. അപ്പം അങ്ങനെ പിന്നെ അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും യാത്രയാവും. അങ്ങനെ ഒരു ജീവിതമാണ് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ. അപ്പോൾ ഒരു പ്രാവശ്യം ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ രാജ്ഞി ഗർഭിണിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ 12-13 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ്, കുറേ വൈകിട്ടാണ് വന്നത്. അപ്പോൾ മകൾക്കാണെങ്കിൽ 13-14 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ പോയി വരുമ്പോൾ. അപ്പോൾ അദ്ദേഹം ഇത്രയും മകളാണെന്ന് രാജ്ഞി പറഞ്ഞ് പരിചയപ്പെടുത്തിച്ചാലും ഇയാൾക്ക് മകളാണെന്ന് അങ്ങോട്ട് മുഴുവൻ വിശ്വാസമായില്ല. അത് മാത്രമല്ല, അപ്പം അവരിലൊരു അഭിനിവേശം ഈ ചന്ദ്രഗുപ്ത മൗര്യന്. അപ്പോൾ രാജ്ഞി എത്ര പറഞ്ഞിട്ടും ചന്ദ്രഗുപ്ത മൗര്യൻ മനസ്സിലാവില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സഹജമായിട്ടുള്ളൊരു സ്വഭാവം ആണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ സ്വന്തം മകളെ കൈക്കലാക്കാനൊരു ശ്രമം ഒക്കെ നടത്തുകയൊക്കെ ഉണ്ട്. ഒരു ബലം പ്രയോഗിച്ച് തന്നെ പ്രാപിക്കാം എന്നുള്ളൊരു വിചാരമൊക്കെയായി. അപ്പം ഇതെങ്ങനെയോ രഹസ്യമായിട്ട് ഈ മകൾ അറിഞ്ഞു. മകളപ്പോൾ കൃഷ്ണാനദിക്കര കടന്ന് ഈ ശ്രീശൈലം ഒക്കെയുള്ള സ്ഥലത്തേക്ക്
ഈ പുഴ നീന്തി കടന്ന് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ കുറെ ഇടയന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇങ്ങനെ ചെന്നപ്പോൾ അവര് വലിയൊരു സ്വീകരണമാണ് ഈ മകൾക്ക് കൊടുത്തു. മകളുടെ പേര് ചന്ദ്രിക എന്നാണ്. മകൾക്ക് വലിയൊരു സ്വീകരണം. അപ്പൊ അവിടുത്തെ വനിതകളും അപ്പൊ അവരൊക്കെ ഇവിടെ താമസിച്ചോളൂ, ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ധാരാളം ഈ പശുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയാണ്. അപ്പൊ അങ്ങനെ കഴിയണ സമയത്ത് ഒരു ദിവസം പശുവിനെ ഇപ്പൊ മലകളിൽ കൊണ്ടുപോയി തീറ്റിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു പശു മാത്രം, ധാരാളം പാലൊക്കെ ഉള്ള പശുവാണ്, അത് പെട്ടെന്ന് എങ്ങോട്ടോ പോണു. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അകിടിൽ പാലൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം പശു ഇങ്ങനെ പോണു, അകിടിൽ പാലൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ പാലില്ല. കുറേ ദിവസം ഇതിങ്ങനെ ഈ ചന്ദ്രിക ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ദിവസം പശുവിൻ്റെ പിന്നാലെ പതുക്കെ പോയി. അപ്പൊ അങ്ങനെ പോയപ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് പശു പാല് ഇങ്ങനെ ചുരത്തി പാല് അഭിഷേകം ചെയ്യാണ്. അഭിഷേകം കഴിഞ്ഞാൽ ആ പാല് മുഴുവൻ കഴിഞ്ഞാൽ പശു കൂടി തിരിച്ചു പോരും. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇതിന് എന്തോ ഒരു ചൈതന്യം ഉണ്ട്, അതുകൊണ്ടാണല്ലോ പശു ഇങ്ങനെ വന്നിങ്ങനെ അഭിഷേകം ചെയ്യലും സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യണേന്ന് മനസ്സിലായി. അപ്പോൾ അവിടെയുള്ള ഇടയന്മാരായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു, എനിക്കിവിടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടി ഒരു കുടില് കെട്ടിത്തരണം, എനിക്കിവിടെ താമസിച്ച് ഭഗവാനെ പൂജിക്കണം എന്ന്. അപ്പൊ അങ്ങനെ അവിടെ പൂജിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ ഭഗവാനിൽ ലയിച്ചു എന്നാണ് ഒരു കഥ. പിന്നെ വേറെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ ദിവസേന അവിടെ കുടിലൊക്കെ കെട്ടി താമസിക്കുമ്പോൾ ദിവസേന ഓരോ മല്ലികപ്പൂമാല ഭഗവാന് ചാർത്തും ചന്ദ്രിക. അപ്പൊ അങ്ങനെ ചാർത്തി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചന്ദ്രികയെ സ്വീകരിക്കും ഭാര്യയായിട്ട്. അപ്പൊ അങ്ങനെ ജീവിച്ച് ഭഗവാന് വിലയം പ്രാപിച്ചു. അങ്ങനെയും ഒരു കഥയുണ്ട്. അപ്പൊ ഈ ഭഗവാൻ മല്ലികേശ്വരനായി എന്ന് പറയുന്നതിന് ഒരു കാരണം ഈ മല്ലികപ്പൂമാല ചാർത്തി ഇരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മല്ലികപ്പൂമാല ഭഗവാന് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് പ്രസിദ്ധമായത്. പിന്നെ പല്ലവ രാജാക്കന്മാരെ കദംബ രാജാക്കന്മാരെ തോൽപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് പ്രതാപരുദ്രൻ എന്ന് പറഞ്ഞൊരു രാജാവ് വളരെ പ്രസിദ്ധമായിട്ട്, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രാജാവാണ് അമ്പലത്തിന്റെ ആ ചെറിയ അമ്പലത്തിന് നല്ലൊരു വലിയൊരു അമ്പലമൊക്കെ ആക്കി നന്നായിട്ട് പണിതതാണ് എന്നൊക്കെ അങ്ങനെയുള്ള ശിലാലിഖിതങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ പിന്നെ പേര് വന്നതിനെ കുറിച്ച് ഉള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു മഹർഷി ഈ ശ്രീശൈലത്തില് കുറേ കാലം ശ്രീശൈലമൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ്, ശ്രീശൈലം അവിടെ ഉണ്ടാവുന്നതിന് മുന്നത്തെ കാലത്താണ് ഒരു മഹർഷി മക്കൾ ഉണ്ടാവാൻ വേണ്ടി കുറേ കാലം ശിവനെ തപസ് ചെയ്തു. ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവന് അപ്പൊ അവർക്ക് 2 പുത്രന്മാരുണ്ട്. ഒരാള് പർവ്വതൻ എന്നുള്ള പേരോടും ഒരാള് നന്ദി എന്നുള്ള പേരോടും കൂടിയാണ് ആയത്. അപ്പൊ അങ്ങനെ അവര് ജീവിതമൊക്കെ കഴിഞ്ഞ് മരിക്കാറൊക്കെ ആവണ ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ അവരും ശിവനെ ഒക്കെ തപസ് ചെയ്തു. അപ്പൊ അപ്പൊ ശിവൻ പ്രത്യക്ഷപ്പെട്ട എന്താണ് വരം വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ പർവ്വതൻ പറഞ്ഞു, എനിക്ക് ഒരു മലയായിട്ട് ഇവിടെ ഇരിക്കണം, അത് മാത്രമല്ല മലയിൽ ശിവനും പാർവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ആവാന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ ശ്രീശൈലം എന്നുള്ള പർവ്വതം ഉണ്ടായത്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പൊ ഈ നന്ദി എന്ന് പറഞ്ഞ ആളും തപസ് ചെയ്തല്ലോ. അപ്പൊ എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പൊ അങ്ങയുടെ വാഹനമായിട്ടിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നന്ദി കിടക്കുന്ന രൂപത്തില് അവിടെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശ്രീശൈലം എന്നുള്ള പേര് വന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ 4 ഭാഗത്തും വളരെ മനോഹരമായിട്ടുള്ള ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് വടക്കേ ഭാഗത്തുള്ള ഗോപുരമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ശിവജി ചക്രവർത്തി
1667 കുറേ കാലം ഈ മല്ലികാർജുന ആയിട്ടുള്ള ശിവനെ ഭജിക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഭജിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കഴുത്ത് വെട്ടി അങ്ങോട്ട് ജീവിതം അവസാനിപ്പിക്കാം എന്നിങ്ങനെ തീരുമാനിച്ചു. ഇനിയിപ്പോൾ ജീവിക്കൊന്നും വേണ്ട, എനിക്ക് തൃപ്തിയായി എന്നുള്ള ഒരു ലെവൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ ഒക്കെ കൂടി പറഞ്ഞു, ഇപ്പൊ അങ്ങ് ഇപ്പൊ മരിക്കേണ്ട ആളല്ല, അങ്ങ് രാജ്യത്തിന് വേണ്ടി അനവധി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മരിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പണി കഴിപ്പിച്ച ഗോപുരമാണ് ഈ വടക്കേ ഗോപുരം. അങ്ങനെ ഒരു പ്രസിദ്ധിയും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ശ്രീശൈലത്തിന്റെ ഒരു ഐതിഹ്യത്തിന്റെ ഒരു ഏകദേശ രൂപം. അപ്പൊ എല്ലാവരും ചാനൽ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക.